ഹായ്. 2-3 ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. ഞാൻ എന്നും വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെന്നൈയിൽ ഭയങ്കര മഴയാണ്. എല്ലാ വർഷവും ഈ സമയത്താണ് ചെന്നൈയിൽ തണുപ്പ്. ഒരു നവംബർ, ഡിസംബറിൽ മിക്കവാറും ഒരു സൈക്ലോണും വരും. അതാണിപ്പോൾ ചെന്നൈയുടെ ക്ലൈമറ്റിൻ്റെ ഒരു പതിവ് അങ്ങനെയാണ്. ഈ ഒരു സമയം മാത്രമേ ഇപ്പോൾ ചെന്നൈയിൽ വേർക്കാതെ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സമയവും ഭയങ്കര പുഴുങ്ങലല്ല, നാട്ടിലാന്ന് തോന്നുന്നു പുഴുങ്ങുന്ന പോലത്തെ ഒരു ചൂട്. ഇവിടെ പുകച്ചിലാണ്, രണ്ടും രണ്ടാണ്. എനിക്ക് നാട്ടിലെ ചൂടിങ്ങനെ ഏത്തപ്പഴമൊക്കെ ആവിയിൽ വെച്ച് വേവിക്കില്ലേ, അങ്ങനത്തെ ചൂടായിട്ട് തോന്നാറുണ്ട്. എ സി ഇല്ലാതെ ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റാത്ത പോലെ. പക്ഷെ ഇവിടെ വേറൊരു തരം ചൂട്, പിന്നെ ഭയങ്കരമായിട്ട് കറക്കും, നിറം കുറയും, ഭയങ്കരമായിട്ട് നിറം കുറയും. ആ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി ആ, പറയുന്നത് കേട്ടതാണ്. ഞാൻ അതുവരെ എൻ്റെ ചിന്തയിലൂടെ ഇങ്ങനൊരു കാര്യം പോയിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും, നമ്മൾ ഡെയിലി കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ചിന്തയിലൂടെ സഞ്ചരിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഇങ്ങനൊരു കാര്യം പോയിട്ടില്ല. പലരും, എനിക്ക് പരിചയമുള്ള പലരും പറയാറുണ്ട്, ഞങ്ങൾ ഏത്തിസ്റ്റാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഏത്തിസ്റ്റ് ആണെന്നുള്ളത്. ഞാൻ ഒരിക്കലും ഒരു ഏത്തിസ്റ്റ് അല്ല. ഞാൻ ഒരു ശക്തി ഉണ്ട്, ഒരു പവർ ഉണ്ട് എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ്. അതിന് പല ഫോംസ് ഉണ്ട്. ചിലർ അമ്പലത്തിൽ പോകും, ചിലർ പള്ളിയിൽ പോകും, എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു, ആരാണ് ശരിക്കും ഏത്തിസ്റ്റ്? ദൈവങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയല്ലേ റിയൽ ഏത്തിസ്റ്റ്? ഈ സ്റ്റേറ്റ്മെന്റ് തലയിലങ്ങ് കയറി. ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു. ചെറിയൊരു വാചകം, പക്ഷെ അതിന്റെ അർത്ഥം എത്ര വലുതാണ്. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ എത്തിസ്റ്റ്. കാരണം അവർക്കറിയാം ദൈവം അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ശബരിമലയിൽ ദൈവത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരല്ലേ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയത്. അപ്പോ അവരുടെ ഉള്ളിൽ ദൈവഭയം ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ അപ്പൊ അവർ എത്തിസ്റ്റ് അല്ലേ? അവർ എത്തിസ്റ്റാണ്. അവരാണ് ശരിക്കുള്ള എത്തിസ്റ്റ്. അല്ലാതെ എത്തിസ്റ്റാണെന്ന് പറയുന്നവരാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലും എത്തിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ തന്നെ എവിടെയോ വിശ്വസിക്കുന്നു ദൈവമില്ല എന്നുള്ളത്. നമ്മൾ തന്നെ നമ്മളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഉള്ളിൽ. നമുക്ക് തന്നെ അറിയാം അങ്ങനൊന്നും ഇല്ല. ഒരാശ്വാസത്തിന് വേണ്ടി നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ കളവുകളും ഏറ്റവും കൂടുതൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നത് ദേവാലയങ്ങളിലായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, അങ്ങനെയാണ്. അപ്പോ ശരിക്കും ഏറ്റവും വലിയ എത്തിസ്റ്റുകൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഇത് ആ കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വന്നൊരു തോട്ടാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ വയ്ക്കുക അത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ചിന്ത. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ദൈവം ഉണ്ടാവുന്നത്? ഉണ്ട്, ഒരു ശക്തി ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം അല്ലേ, ശരിക്കും നമ്മൾ എത്തിസ്റ്റ് ആണോ അതോ നമ്മൾ ബിലീവർ ആണോ? നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം. നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് എത്തിസ്റ്റ്, ആരാണ് എത്തിസ്റ്റ് അല്ലാത്തത്, ആരാണ് ബിലീവർ, ആരാണ് ബിലീവർ അല്ലാത്തത്, ഇതെല്ലാം പ്രവൃത്തിയിലൂടെ ഡിഫൈൻ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെറുതായിട്ട് ഒന്ന് ചെന്നൈയിലെ മഴ കാണിച്ചു തരാതെ. മഴ എന്ന് പറഞ്ഞാൽ അത് തോരാതെ പെയ്യുന്ന മഴയാണ്. ഇതിനി കാറ്റ് അങ്ങനെ തുടരും, ഭയങ്കര ശക്തി കാറ്റാവും. ചിലപ്പോൾ 1 വീക്കൊക്കെ നിൽക്കും. അപ്പോൾ സൈക്ലോൺ ആവും, വെള്ളപ്പൊക്കം ആവും. സൈക്ലോൺ വരുന്നു എന്ന് പറയുന്നു. അതെ. അപ്പോൾ ഈ വ്ലോഗ് അത്രയും.
ടാറ്റാ, ബൈ.